ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയതാണ് ഈ കുട്ടി. പക്ഷേ സ്കൂളിൽ എത്തിയിട്ടില്ല. സ്കൂളിന്റെ പരിസരത്ത് വന്നതിന് ശേഷം പിന്നീട് ഇവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്, ഇതൊരു കാടുമൂടിയ പ്രദേശമാണ്, ഒരു വിജനമായ പ്രദേശമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു ഒരു റെയിൽവേ ട്രാക്കാണ്. ഈ പരിസരത്ത് വരെ രണ്ടുപേരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട് എന്ന് ആ പയ്യൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം. മാത്രമല്ല, അവസാനമായി ആ പെൺകുട്ടി വിളിച്ചത് ഈ പരിസരത്ത് നിന്നാണ്. ആ ഫോൺ ലൊക്കേഷനും അതോടൊപ്പം തന്നെ ഈ അതായത് ഈ ആൺസുഹൃത്ത് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് ഈ ഭാഗത്ത് അന്വേഷണവുമായി എത്തിയത്. ഈ ഘട്ടത്തിലാണ് ഇവിടെ ഈ ഭാഗത്ത് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ മരണത്തിനകത്ത് കൊലപാതകമാണ് എന്നുള്ളത് ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ നടന്നു, ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് നടന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയാണ് ഇനി വരേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും ഈ മരണത്തിൽ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ദുരൂഹത ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. അത് കൊലപാതകമാണ് എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാരും ഒക്കെ അത് തന്നെയാണ് പറയുന്നത്. ഇന്നലെ പല സമയങ്ങളിലും ഈ അൺസുഹൃത്തും ഈ കുട്ടിയുമായി ആളുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഈ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ട്. അത് കൊലപാതകമാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. കരുവാരക്കുണ്ട് പോലീസും അതോടൊപ്പം തന്നെ വണ്ടൂർ പോലീസും ഉൾപ്പെടെയുള്ളവരുണ്ട്. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ, നിലമ്പൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. അജി, ഏതായാലും ആ മരണത്തിൽ ദുരൂഹതയുണ്ട്, കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. 14-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. കാണാതായ പെൺകുട്ടി മരിച്ച നിലയിൽ ആണ് വാണിയമ്പലത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ആ മരണവുമായി ബന്ധപ്പെട്ട് ഒരു യുവാവ് പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുട്ടിയെ കാണാതായപ്പോൾ മുതൽ വലിയ തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ ടവർ ലൊക്കേഷൻ, ഇവിടെയാണ് ഈ കുട്ടി അവസാനമായി ഫോൺ സംസാരിച്ചത് ഇവിടെയാണെന്നും ടവർ ലൊക്കേഷൻ ഇവിടെ വെച്ചാണ്, ഈ വാണിയമ്പലത്തെ ഈ മേഖലയിലാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തത്. ജംഷീർ കുടുങ്ങി സംഭവ സ്ഥലത്തു നിന്നും വിവരങ്ങൾ നൽകാനായി വീണ്ടും ചേരുകയാണ്. ജംഷീർ, ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരണം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. യുവാവ് കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ, അതോ എന്താണ് പോലീസ് പറയുന്നത്? മലപ്പുറത്ത് കാണാതായ 14-കാരി കൊല്ലപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. കാണാതായ 14-കാരി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്നും വരുന്നത്. ഈ കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പോലീസ് ഉണ്ടായിരുന്നത്. അതൊരു കൊലപാതകമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത്, ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. ആ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറ്റം സമ്മതിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ജംഷീർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഇപ്പോൾ കസ്റ്റഡിയിൽ ഒരു യുവാവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യുവാവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ, ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ, അതോ ഇയാൾ തന്നെയാണോ പ്രതി? പോലീസ് അത്തരത്തിലുള്ള ഏതെങ്കിലും വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ടോ? പിന്നീട് ഏകദേശം 9 മണിയോടുകൂടി ഈ പറയുന്ന ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയിരിക്കുന്ന വെള്ളം അജി, തീർച്ചയായിട്ടും ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അത് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അവർ ഈ ഭാഗത്തേക്ക് രണ്ടുപേരും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസ് കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ പരിസരത്ത് അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അവരെ കണ്ട ആളുകൾ ഉണ്ട്. പല കടകളിലും അതോടൊപ്പം തന്നെ ഈ സമീപത്തെ വീടുകളിലുമൊക്കെ ഉള്ള ആളുകൾ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ പയ്യനുമായി ബന്ധപ്പെട്ട് ചില അഫയറുകൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് കുടുംബം ഇത് താക്കീത് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ കാണാതെയായി, അതായത് രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയതാണ്, വൈകുന്നേരമാണ് തിരിച്ചു
പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം അല്ലെങ്കിൽ കുടുംബം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ വൈകുന്നേരം ഞാൻ അല്പം വൈകും വരാൻ എന്ന് പറഞ്ഞ് ഈ കുട്ടി അമ്മയെ ഫോണിൽ വിളിച്ചു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് യാതൊരു വിവരവും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ കുടുംബം പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ആണ് പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പയ്യനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇദ്ദേഹം ഈ പയ്യൻ പറഞ്ഞിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഇന്ന് ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത്, അതായത് ഈ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കുട്ടി ഇന്നലെ അവർ സഞ്ചരിച്ച വഴികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഈ പറയപ്പെടുന്ന സ്ഥലത്ത്, അതായത് നമ്മളിപ്പോൾ ഈ മൃതദേഹം കണ്ടതിന്റെ പരിസരത്ത് വരെ ഇവരെത്തിയെന്ന വിവരം ഈ ആൺസുഹൃത്ത് സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല അവസാനമായി പെൺകുട്ടി വിളിച്ചത് ഈ പരിസര പ്രദേശത്തു നിന്നാണ് എന്നുള്ളത് സംബന്ധിച്ച ഒരു വിവരവും പോലീസിന് ലഭിച്ചു. ഈ പരിസരത്ത് പോലീസ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിലാണ് പോലീസിന് ഇന്ന് ഉച്ചയോടുകൂടി ഈ ഭാഗത്ത് തന്നെ ഈ ഒരു കുറ്റിക്കാടിനകത്ത് മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അജി, ഏതായാലും യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ സുഹൃത്താണ് എന്നുള്ള നിഗമനത്തിലാണ് ഉള്ളത്. കുറ്റം സംബന്ധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത.